നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സങ്കല്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യകരമായ അത്താഴം, ഒരുപക്ഷെ സാലഡ്, കുറച്ച് ആവിയിൽ വേവിച്ച പച്ചക്കറികൾ എന്നിവയ്ക്ക് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും എന്തോ അസ്വസ്ഥത തോന്നുന്നു. നിങ്ങളുടെ കൈ ദുർബലമായി തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മുന്നറിയിപ്പില്ലാതെ തല കറങ്ങുന്നു. ഇതാ ഞെട്ടിക്കുന്ന സത്യം. ചിലപ്പോൾ ഇത് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതിയ ഒരു പച്ചക്കറി മൂലമാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പച്ചക്കറികൾ ഹൃദയത്തിന് ആരോഗ്യം നൽകുന്നതും തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നതുമാണ് എന്നാണ്. പക്ഷേ 60 വയസ്സിനു ശേഷം ഇത് നിങ്ങളുടെ സ്ട്രോക്കിനുള്ള സാധ്യത ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമായി വർദ്ധിപ്പിക്കും. 40 വയസ്സിൽ നിങ്ങളുടെ ശരീരത്തെ സഹായിച്ച ഭക്ഷണങ്ങൾ 70 വയസ്സിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് സാധാരണ മരുന്നുകളുമായി സംയോജിപ്പിക്കുമ്പോഴോ ദിവസത്തിലെ തെറ്റായ സമയത്ത് കഴിക്കുമ്പോഴോ. എന്നാൽ നല്ല വാർത്ത, നിങ്ങൾ ഭക്ഷണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നതാണ്. നിങ്ങളുടെ വാർദ്ധക്യ ശരീരം അതെങ്ങനെ വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ സ്ട്രോക്കിൻ്റെ സാധ്യത നിശബ്ദമായി വർദ്ധിപ്പിക്കുന്ന 9 സാധാരണ പച്ചക്കറികളെക്കുറിച്ചാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിലും പ്രധാനമായി അവ എങ്ങനെ സുരക്ഷിതമായി കഴിക്കാം. അവസാനം വരെ കാണുന്നത് ഉറപ്പാക്കുക, കാരണം അവസാനത്തെ പച്ചക്കറി മിക്ക മുതിർന്നവരും എല്ലാ ആഴ്ചയും കഴിക്കുന്നതെന്നാണ്. അതെല്ലാറ്റിലും ഏറ്റവും അപകടകാരിയായിരിക്കാം. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. ഇനി നിങ്ങളുടെ ഉറ്റ സുഹൃത്താണെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പക്ഷേ 60 വയസ്സിനു ശേഷം നിങ്ങളുടെ തലച്ചോറിന് രഹസ്യമായി ഒരു മറഞ്ഞിരിക്കുന്ന ശത്രുവായി മാറാൻ സാധ്യതയുണ്ട്. പല പതിറ്റാണ്ടുകളായി അയൺ, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഭൂമിയിലെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണങ്ങളിലൊന്നായി ചീരയെ പ്രശംസിക്കുന്നു. എന്നാൽ 60 വയസ്സിനു ശേഷം തെറ്റായ രീതിയിൽ കഴിച്ചാൽ ചീര എന്ന സൂപ്പർ ഫുഡ് ഒരു സുഹൃത്തിൽ നിന്ന് മറ്റൊരു ശത്രുവായി മാറും. കാരണം ഓക്സലേറ്ററുകളാണ്. കാൽഷ്യവുമായി ബന്ധിപ്പിക്കുന്ന ചീരയിലെ സ്വാഭാവിക സംയുക്തങ്ങളാണ്. ചെറുപ്പക്കാരിൽ വൃക്കകൾ അവയെ എളുപ്പത്തിൽ പുറന്തള്ളുന്നു. എന്നാൽ പ്രായമാകുന്തോറും കിഡ്നികളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു, രക്തക്കുഴലുകൾ ദൃഢമാകുന്നു. കൂടാതെ പല മുതിർന്നവരും കാൽസ്യം അല്ലെങ്കിൽ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നു. ഈ ഘടകങ്ങൾ ഒരുമിച്ച് ഓക്സലേറ്ററുകളും കാൽസ്യവും രക്തയോട്ടത്തിൽ ചെറിയ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് രൂപപ്പെടുത്താൻ അനുവദിക്കുന്നു. കാലക്രമേണ ഈ ക്രിസ്റ്റൽസ് നിങ്ങളുടെ തലച്ചോറിനെ പോഷിപ്പിക്കുന്ന ചെറിയ ധമനികളെ ചുരുക്കുകയും ചെയ്യും. മണൽ ഒരു നേർത്ത പൈപ്പിൽ കയറി അടയുന്നത് പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം. രക്തയോട്ടം ദുർബലമാവുകയും ഓക്സിജൻ കുറയുകയും ഒരു ചെറിയ കട്ട ഒരു നിശബ്ദ സ്ട്രോക്കിന് കാരണമാകുകയും ചെയ്യും. ചീര മോശമാണെന്ന് ഇതിനർത്ഥമില്ല. 60 വയസ്സിനു ശേഷം നിങ്ങളുടെ ശരീരം അത് വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. സുരക്ഷിതമായിരിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് ഇത് നന്നായി പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് പ്രഭാത ഭക്ഷണത്തിലോ ഉച്ചഭക്ഷണത്തിലോ നേരത്തെ ചീര കഴിക്കുക. കാൽസ്യം അല്ലെങ്കിൽ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകളുമായി ഇത് ഇടയ്ക്കിടെ ജോഡിയാക്കുന്നത് ഒഴിവാക്കിക്കും. നിങ്ങൾക്ക് വൃക്ക അല്ലെങ്കിൽ ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുമായി ഇത് സംസാരിക്കുക. നമ്പർ 8, ബ്രോക്കോളി. പതിറ്റാണ്ടുകളായി ഹൃദയത്തിന് ഏറ്റവും നല്ല പച്ചക്കറികളിലൊന്നായി ബ്രോക്കോളി പ്രശംസിക്കപ്പെടുന്നു. പ്രതിരോധശേഷിയും ദീർഘായുസ്സും പിന്തുണയ്ക്കുന്ന നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഇത്. എന്നാൽ 60 വയസ്സിനു ശേഷം ബ്രോക്കോളി അപകടകരമാകാം. പച്ചക്കറി കാരണം മാത്രമല്ല, മറിച്ച് സാധാരണ മരുന്നുകളുമായി ഇത് എങ്ങനെ ഇടപഴകുന്നു എന്നതിനാലാണ് അത്. പ്രധാന പ്രശ്നം വിറ്റാമിൻ കെ ആണ്. ഇത് നിങ്ങളുടെ രക്തം ശരിയായി കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു പോഷകമാണ്. നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. എന്നാൽ വാർഫറിൻ, പ്ലാവിക്സ് അല്ലെങ്കിൽ ആസ്പിറിൻ പോലുള്ള രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന മുതിർന്നവർക്ക് അമിതമായ വിറ്റാമിൻ കെ നിങ്ങളുടെ മരുന്നുകളെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ രക്തം വളരെ കട്ടിയുള്ളതോ വളരെ നേർത്തതോ ആക്കുകയും ചെയ്യും. യഥാർത്ഥ അപകടം പൊരുത്തക്കേടിൽ നിന്നാണ് വരുന്നത്. ഒരു ആഴ്ചയിൽ വലിയ അളവിൽ ബ്രോക്കോളി കഴിക്കുകയും അടുത്തയാഴ്ചയിൽ ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മരുന്നുകളുടെ അളവ് നിങ്ങളറിയാതെ തന്നെ അതിൻ്റെ ബാലൻസിൽ നിന്ന് മാറിപ്പോകും. നിങ്ങളുടെ BP വർദ്ധിക്കുകയോ രക്തം കട്ടപിടിക്കാൻ കഴിയാത്ത അത്ര നേർത്തതാകുകയോ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് ഒന്നും അനുഭവപ്പെടില്ല. സുരക്ഷിതമായിരിക്കാൻ നിങ്ങളുടെ ബ്രോക്കോളി കഴിക്കുന്നത് കൺസിസ്റ്റൻ്റായി നിലനിർത്തുക. അതിരുകടന്നതല്ല, നിങ്ങളത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമില്ല. നിങ്ങൾ കഴിക്കുന്ന അളവിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്നത് ഒഴിവാക്കുക. കൂടാതെ നിങ്ങളുടെ മരുന്നുകൾ സുരക്ഷിതമായി ക്രമീകരിക്കാൻ നിങ്ങളുടെ പതിവ് ഭക്ഷണക്രമത്തെക്കുറിച്ച് എല്ലായ്പ്പോഴും ഡോക്ടറോട് പറയുക. നമ്പർ 7, റൊമൈൻ ലെറ്റ്യൂസ്. പല മുതിർന്നവർക്കും അത്താഴത്തിൽ ഒരു ലൈറ്റ് സാലഡ് തികഞ്ഞ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പായി തോന്നുന്നു. കുറഞ്ഞ കാലോറി, ദഹനത്തിന് എളുപ്പം, ഹൃദയത്തിന് മൃദുലത. എന്നാൽ വൈകുന്നേരം വൈകി കഴിക്കുമ്പോൾ റൊമൈൻ ലെറ്റ്യൂസ് രാത്രിയിൽ സ്ട്രോക്കിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ മനസ്സിലാകൂ. റൊമൈൻ നിങ്ങളുടെ ശരീരത്തെ വെള്ളം പുറന്തള്ളാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുപ്പക്കാരിൽ ഇത് വളരെ പ്രധാനമല്ല. എന്നാൽ 60 വയസ്സിനു ശേഷം നിങ്ങളുടെ വൃക്കകൾ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു.
നിങ്ങളുടെ രക്തക്കുഴലുകൾ കട്ടിയാകുന്നു, നിങ്ങളുടെ ദാഹത്തിൻ്റെ സിഗ്നലുകൾ ദുർബലമാകുന്നു. നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ രക്തം കട്ടിയുള്ളതായി തീരുന്നു. കട്ടിയുള്ള രക്തം പ്രായമാകുന്ന ധമനികളിലൂടെ മന്ദഗതിയിൽ നീങ്ങുന്നു. ഇത് ചെറിയ കട്ടകൾ ഉണ്ടാകുന്നത് എളുപ്പമാക്കുന്നു. പ്രത്യേകിച്ച് BP അല്ലെങ്കിൽ ഡയൂട്രിക് മരുന്നുകളുമായി സംയോജിപ്പിക്കുമ്പോൾ കൂടുതൽ കട്ടിയാകും. ഇതിനുള്ള പരിഹാരം സലാഡുകൾ ഒഴിവാക്കുകയല്ല, അവ ബുദ്ധിപൂർവ്വം സമയബന്ധിതമായി കഴിക്കുക എന്നതാണ്. നിങ്ങളുടെ ജലാംശവും ബ്ലഡ് സർക്കുലേഷനും കൂടുതൽ ശക്തമാകുന്ന ഉച്ചഭക്ഷണത്തിലോ അതിരാവിലെയോ നിങ്ങളുടെ റൊമാൻ ലെറ്റ്യൂസ് ആസ്വദിക്കുക. രാത്രിയിൽ നിങ്ങൾ പച്ചിലകൾ കഴിക്കുകയാണെങ്കിൽ രക്തയോട്ടം നിലനിർത്താൻ സഹായിക്കുന്നതിന് അവയോടൊപ്പം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി കുടിക്കുമല്ലോ. നമ്പർ 6, ക്യാരറ്റ്. ക്യാരറ്റ് ഏറ്റവും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. കലോറി കുറവുള്ളതും കണ്ണിൻ്റെ ആരോഗ്യത്തിന് ബീറ്റാ കരോട്ടിൻ അടങ്ങിയതുമാണ്. എന്നാൽ പ്രായമായവരിൽ, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം തെറ്റായ സമയത്ത് ക്യാരറ്റ് കഴിക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനും തലച്ചോറിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്യാരറ്റ് വേഗത്തിൽ ദഹിക്കുകയും പഞ്ചസാര ബ്ലഡ് ഫ്ലോയിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നു. ചെറുപ്പക്കാരിൽ ശരീരം ഈ കുതിച്ചുചാട്ടം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും. എന്നാൽ പ്രായമായവരിൽ, പ്രത്യേകിച്ച് ഡയബറ്റിസ് അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള മെറ്റബോളിസം ഉള്ളവരിൽ ആ ഷുഗറിൻ്റെ കുതിച്ചുചാട്ടം ഒരു ചെയിൻ റിയാക്ഷന് കാരണമാകും. രക്തത്തിലെ പഞ്ചസാരയുടെ കുതിച്ചുചാട്ടം തുടർന്ന് ഉറക്കത്തിൽ തകരുന്നു. ഈ രാത്രിയിലെ കോർട്ടിസോളിൻ്റെ കുറവ് അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകളെ ഉയർത്തും. ഇത് നിങ്ങളുടെ രക്തക്കുഴലുകൾ മുറുക്കുകയും നിങ്ങളുടെ ശരീരം വിശ്രമിക്കേണ്ട സമയത്ത് BP വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മൈൽഡ് ഡീഹൈഡ്രേഷനുമായി ഇത് സംയോജിപ്പിച്ചാൽ നിങ്ങളുടെ രക്തം കട്ടിയുള്ളതായി തീരും. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്ന ചെറിയ ക്ലോട്ടുകളായി ഇത് മാറും. പരിഹാരം ലളിതമാണ്. ഒറ്റയ്ക്കോ രാത്രി വൈകിയോ ക്യാരറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക. രാവിലെ ഇവ കഴിക്കുക. പ്രോട്ടീനുമായോ നട്ട്സ്, തൈര് പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകളുമായോ ഇത് യോജിപ്പിക്കുക. ഇത് ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ മന്ദഗതിയിലാക്കുകയും ഊർജം സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. പകൽ സമയത്ത് ക്യാരറ്റ് സുഖപ്പെടുത്തുന്നു, രാത്രിയിലെ ക്യാരറ്റ് നിശബ്ദമായി ദോഷം ചെയ്യും. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇതിനൊരു ലൈക്ക് നൽകാൻ ഒരു നിമിഷം എടുക്കുക. നിങ്ങളെ ശക്തനും മൂർച്ചയുള്ളവനും സ്വതന്ത്രനുമായി നിലനിർത്തുന്ന കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. 5-ാമത്തെ പച്ചക്കറി, വെളുത്തുള്ളി. പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ രോഗശാന്തികളിലൊന്നായി നൂറ്റാണ്ടുകളായി വെളുത്തുള്ളി പ്രശംസിക്കപ്പെടുന്നു. ഇത് BP കുറയ്ക്കുകയും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ 60 വയസ്സിനു ശേഷം, പ്രത്യേകിച്ച് രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർക്ക് വെളുത്തുള്ളി സംരക്ഷണത്തിൽ നിന്ന് അപകടത്തിലേക്കുള്ള വഴിയായി മാറും. വെളുത്തുള്ളി സ്വാഭാവികമായി രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന ഒന്നാണ്. ഇതിൽ അലിസിൻ, സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കട്ട പിടിക്കുന്നത് കുറയ്ക്കുകയും രക്തം സ്വതന്ത്രമായി ഒഴുകുന്നത് നിലനിർത്തുകയും ചെയ്യുന്നു. വാർഫറിൻ, ക്ലോപ്പിഡ്രോഗൽ അല്ലെങ്കിൽ ദിവസേന ആസ്പിറിൻ പോലുള്ള രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ നിങ്ങൾ ഇതിനകം കഴിക്കുന്നില്ലെങ്കിൽ വെളുത്തുള്ളി വളരെ നല്ലതാണ്. എന്നാൽ ഇവയെല്ലാം നിങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ നിങ്ങളുടെ രക്തത്തെ വളരെയധികം നേർത്തതാക്കുകയും തലച്ചോറിലെ അതിലോലമായ വെസൽസ് ബ്ലീഡിങ്ങിന് ഇരയാകുകയും ചെയ്യും. അതിൻ്റെ ഫലമായി തലകറക്കം, ചതവ്, മൂക്കിൽ നിന്ന് ബ്ലീഡിംഗ് അല്ലെങ്കിൽ കഠിനമായ കേസുകളിൽ ഹെമറേജിക് സ്ട്രോക്ക് വരെ ഉണ്ടാകാം. വെളുത്തുള്ളി ഉപേക്ഷിക്കുകയല്ല ഇതിനുള്ള പരിഹാരം, അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങളുടെ ഡോക്ടർ അംഗീകരിക്കുന്നില്ലെങ്കിൽ വെളുത്തുള്ളി സപ്ലിമെൻറ്റുകൾ ഒഴിവാക്കുക. പാകം ചെയ്ത ഭക്ഷണങ്ങളിൽ ചെറിയ അളവിൽ തുടരുക. പാചകം വെളുത്തുള്ളിയുടെ രക്തം കട്ടി കുറയ്ക്കാനുള്ള കഴിവിനെ നിയന്ത്രിക്കുകയും വയറിന് എളുപ്പമാക്കുകയും ചെയ്യുന്നു. അസാധാരണമായ ചതവ്, ഇടയ്ക്കിടെയുള്ള തലവേദന, ക്ഷീണം തുടങ്ങിയവ നിങ്ങളുടെ രക്തം വളരെ തിന്നായിരിക്കാം എന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാകാം. അവ ശ്രദ്ധിക്കുകയും ഡോക്ടറുടെ സഹായത്തോടെ ക്രമീകരിക്കുകയും ചെയ്യുക. പച്ചക്കറി നമ്പർ 4, ഉള്ളി. ഉള്ളി ആൻറ്റി ഓക്സിഡൻറ്റുകളും ഹൃദയ സംരക്ഷണ കോമ്പൗണ്ടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇൻഫ്ലമേഷനെതിരെ പോരാടാനും ബ്ലഡ് സർക്കുലേഷന് പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് BPയോ രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകളോ കഴിക്കുന്നവർക്ക് വലിയ അളവിൽ അല്ലെങ്കിൽ തെറ്റായ സമയത്ത് കഴിച്ചാൽ ഉള്ളി പ്രശ്നമാകും. കാരണം ക്വർസെറ്റിൻ എന്ന കോമ്പൗണ്ടിലാണ് ഈ പ്രശ്നം. ഇത് സ്വാഭാവികമായും രക്തക്കുഴലുകളെ BP കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. മിതമായ അളവിൽ സഹായകരമാണ്, പക്ഷേ ഇതിനകം തന്നെ ഇതേ കാര്യം ചെയ്യുന്ന കുറിപ്പടി മരുന്നുകളുമായി സംയോജിപ്പിക്കുമ്പോൾ അപകടകരമാകും. പ്രായമായവരിൽ ഇത് BP വളരെ കുറയാനിടയാക്കും. ഇത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയ്ക്കുകയും തലകറക്കം, ക്ഷീണം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാത്രിയിൽ ജലാംശം കുറയുകയും രക്തയോട്ടം മന്ദഗതിയിലാകുകയും ചെയ്യുമ്പോൾ ഈ മിശ്രിതം നേരിയ സ്ട്രോക്കിനോ ബോധക്ഷയത്തിനോ കാരണമാകും. സുരക്ഷിതമായിരിക്കാൻ പ്രധാന വിഭവമായിട്ടല്ല, മറിച്ചൊരു ടേസ്റ്റിനായി ഉള്ളി ആസ്വദിക്കുക. പാചകത്തിൻ്റെ ചൂട് ക്വർസെറ്റിൻ്റെ ശക്തി കുറയ്ക്കുന്നതിനാൽ അവ പച്ചയായി കഴിക്കുന്നതിന് പകരം വേവിക്കുക.
നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ സ്വാഭാവികമായി മന്ദഗതിയിലാകുമ്പോൾ രാത്രിയിൽ ഉള്ളി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ദിവസം മുഴുവൻ ജലാംശം നിലനിർത്തുക. നമ്പർ 3, ചോളം അഥവാ കോൺ. പല മുതിർന്നവർക്കും കോൺ ഒരു ആശ്വാസ ഭക്ഷണമായി തോന്നുന്നു. ചോളം ഒരു പാത്രം അരച്ചത് അല്ലെങ്കിൽ ഒരു സ്പൂൺ കോൺ സൂപ്പ്. ഇത് പരിചിതവും ചൂടുള്ളതുമാണ്, നിരുപദ്രവകരവുമാണെന്ന് തോന്നുന്നു. എന്നാൽ മിക്ക ആളുകളും മനസ്സിലാക്കാത്ത സത്യം ഇതാണ്. പോഷകാഹാരപരമായി ചോളം ഒരു പച്ചക്കറിയേക്കാൾ സ്റ്റാർച്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. 60 വയസ്സിന് ശേഷം ആ വ്യത്യാസം വളരെ പ്രധാനമാണ്. നിങ്ങൾ കോൺ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിൻ്റെ സ്വാഭാവിക ഷുഗറിനെ വേഗത്തിൽ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇത് വൈറ്റ് ബ്രെഡ് കഴിക്കുന്നത് പോലെ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകുന്നു. മന്ദഗതിയിലുള്ള ഇൻസുലിൻ റിയാക്ഷനോ ദുർബലമായ ബ്ലഡ് സർക്കുലേഷനോ ഉള്ള മുതിർന്നവർക്ക് ഇത് സ്ട്രോക്കിനും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കും. പെട്ടെന്നുള്ള തകരാറുകൾ മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് നിങ്ങളുടെ ശരീരത്തെ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിക്കും. രക്തക്കുഴലുകൾ മുറുകുന്നു, നിങ്ങളുടെ രക്തം കട്ടിയാക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് കട്ട പിടിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം അത് സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ശരീരം സജീവമല്ലാത്തതും കൂടുതൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതുമായ രാത്രിയിൽ കോൺ കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രോട്ടീനുമായോ മുട്ട, അവക്കാഡോ, ബീൻസ് പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകളുമായോ ഇത് സംയോജിപ്പിക്കുക. ഇത് പഞ്ചസാരയുടെ അബ്സോർപ്ഷൻ മന്ദഗതിയിലാക്കും. ദിവസേനയുള്ള ഒരു പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കാതെ ഇടയ്ക്കിടെ കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷ് ആയി കോൺ ഉപയോഗിക്കുക. വെജിറ്റബിൾ നമ്പർ 2, ആസ്പെറാഗസ് അഥവാ ശതാവരി. ശതാവരി പലപ്പോഴും ശുദ്ധമായ ഒരു പച്ചക്കറിയായി കാണപ്പെടുന്നു. ഭാരം കുറഞ്ഞതും മനോഹരവും ആരോഗ്യകരമായ ഭക്ഷണ പദ്ധതികളിൽ പ്രിയപ്പെട്ടതുമാണ്. എന്നാൽ 60 വയസ്സിന് ശേഷം ഈ സങ്കീർണമായ സൈഡ് ഡിഷ് ദിവസത്തിലെ തെറ്റായ സമയത്ത് കഴിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെ അപകടത്തിലാക്കും. കാരണം ശതാവരി ഒരു പ്രകൃതിദത്ത ഡയൂട്ടറിക് ആണ്. അതായത് ഇത് നിങ്ങളുടെ ശരീരത്തെ വെള്ളം പുറത്തുവിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ചെറുപ്പക്കാരിൽ അത് നിരുപദ്രവകരമാണ്. എന്നാൽ മുതിർന്നവർക്ക് ഇത് ഒറ്റ രാത്രി കൊണ്ട് ഡീഹൈഡ്രേഷൻ, കട്ടിയുള്ള രക്തം, മന്ദഗതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്നിവയ്ക്ക് കാരണമാകും. പരിഹാരം ലളിതമാണ്. രാത്രി വൈകി ആസ്പെറാഗസ് കഴിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ജലാംശമുള്ളവരും സജീവരുമായിരിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിലോ അത്താഴത്തിലോ ഇത് ആസ്വദിക്കുക. വെള്ളം കുടിക്കുകയോ വെള്ളരിക്ക, തണ്ണിമത്തൻ പോലുള്ള ജലാംശം നൽകുന്ന ഭക്ഷണങ്ങൾ അതോടൊപ്പം കഴിക്കുകയോ ചെയ്യുക. നിങ്ങൾ ബിപിയോ വൃക്ക സംബന്ധമായ മരുന്നുകളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആസ്പെറാഗസ് ആ ഫലങ്ങൾ വർദ്ധിപ്പിക്കുമോ എന്ന് ഡോക്ടറോട് ചോദിക്കുക. നമ്പർ 1 വെജിറ്റബിൾ, തക്കാളി. തക്കാളി പലപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ ആത്യന്തിക പ്രതീകമായി കാണപ്പെടുന്നു. ഭാരം കുറഞ്ഞതും ഉന്മേഷദായകവും ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞതുമാണ്. എന്നാൽ 60 വയസ്സിന് ശേഷം ഈ പ്രധാന ഭക്ഷണത്തിന് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെ അനുകരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ പ്രശ്നങ്ങൾ നിശബ്ദമായി സൃഷ്ടിക്കാൻ കഴിയും. ഹിസ്റ്റാമൈനുകൾ, ടൈറാമിൻ, സോളനൈൻ തുടങ്ങിയ കോമ്പൗണ്ടുകൾ അടങ്ങിയിരിക്കുന്ന തക്കാളി ഇവ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും രക്തക്കുഴലുകളെ പ്രവചനാതീതമായി ചുരുക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യാം. കൂടാതെ നെർവ് സിഗ്നലിങ്ങിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. പ്രായമാകുന്ന തലച്ചോറിനും രക്തക്കുഴലുകൾക്കും ഇതിനകം തന്നെ കൂടുതൽ ദുർബലമായതിനാൽ തലകറക്കം, തലവേദന അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ആദ്യകാല ലക്ഷണങ്ങളെപ്പോലെ തോന്നുന്ന മരവിപ്പ് എന്നിവയ്ക്ക് കാരണമാകും. തക്കാളിയിലെ അസിഡിറ്റി നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ് സന്തുലിതാവസ്ഥയും ബാധിക്കുന്നു. കാൽസ്യം, മഗ്നീഷ്യം എന്നിവ കുറയ്ക്കുന്നു. വലിയ അളവിൽ, പ്രത്യേകിച്ച് രാത്രിയിൽ, ഇത് ഉറക്കത്തിൽ ബിപിയുടെ ഏറ്റക്കുറച്ചിലുകൾക്കും ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുത്തുന്നതിനും വരെ കാരണമാകും. അതിനർത്ഥം നിങ്ങൾ തക്കാളി ഉപേക്ഷിക്കണമെന്ന് അർത്ഥമാകുന്നില്ല. സോളനൈൻ അളവ് കുറയ്ക്കുന്നതിനും ലൈക്കോപ്പീൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതൽ ലഭ്യമാകുന്നതിനും അവ സൗമ്യമായി വേവിക്കുക. കിടക്കുന്നതിന് മുമ്പ് തക്കാളി അടങ്ങിയ കനത്ത ഭക്ഷണം ഒഴിവാക്കുക. പകരം നേരത്തെ അത് കഴിക്കുക. ഈ 9 പച്ചക്കറികളെക്കുറിച്ചും അവയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും കേട്ടുകഴിഞ്ഞാൽ ആശ്ചര്യം തോന്നാൻ എളുപ്പമാണ്. അല്പം അസ്വസ്ഥത പോലും തോന്നിയേക്കാം. പച്ചക്കറികൾ എപ്പോഴും നമുക്ക് നല്ലതാണെന്ന് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് സത്യവുമാണ്. എന്നാൽ 60 വയസ്സിന് ശേഷം നിങ്ങളുടെ ശരീരം മാറുന്നു. നിങ്ങളുടെ വൃക്കകൾ കൂടുതൽ സാവധാനത്തിൽ ഫിൽട്ടർ ചെയ്യുന്നു. നിങ്ങളുടെ രക്തക്കുഴലുകൾ കൂടുതൽ ദുർബലമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജലാംശം നാടകീയമായി മാറേണ്ടതുണ്ട്. പ്രായമാകുന്ന ശരീരത്തിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ പോലും വ്യത്യസ്തമായി പെരുമാറും. നിങ്ങൾ ഇനി എന്ത് കഴിക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇത്. നിങ്ങളത് എപ്പോൾ കഴിക്കുന്നു, എത്ര, മറ്റെന്താണ് നിങ്ങൾ അതിനൊപ്പം കഴിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.